എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാസ്തൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 3 കളറിൽ 3 ഫ്ലേവറിൽ പാസ്ത നമുക്ക് എങ്ങനെ പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്നുള്ളത്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു പാസ്ത ആണ്. അതിനായിട്ട് ഞാനിവിടെ ചെമ്മീൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചെമ്മീൻ ഉണ്ടാവും, വലിയ ചെമ്മീനാണ്. അതുപോലെ തന്നെ പാസ്തയും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത ബട്ടർ ഒന്ന് മെൽട്ടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതൊന്ന് സോട്ടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഗ്രീൻ ചില്ലി, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ ചില്ലി നമ്മൾ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാൻ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തതാണ്. നമ്മൾ ഇതും കൂടെ ചേർത്തെടുത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളി ഒന്ന് ഹാഫ് കുക്ക് ആയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ചെമ്മീൻ ഇപ്പോൾ ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ടാവും. അതിന് ശേഷം ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ഞാൻ ക്യൂബ്സ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഇതിലേക്ക് ഒരു വലിയ തക്കാളീൻ്റെ ഹാഫ് പോർഷനാണ് ചേർത്തിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തക്കാളി എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചതിന് ശേഷം അത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി കിട്ടുന്നത് വരെ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാസ്ലി ലീവ്സ് ചേർക്കുന്നുണ്ട്. ഡ്രൈ പാസ്ലി ലീവ്സാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കണമെന്നില്ല. എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച ഒരു ഹാഫ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. അത് ഗ്രീനും റെഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി. അപ്പോൾ ഇതാ ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളച്ച് വറ്റി വന്നപ്പോഴാണ് ഞാൻ വേവിച്ച് വെച്ച പാസ്ത അതിലേക്ക് ചേർക്കുന്നത്. പാസ്ത ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പക്ഷേ നമ്മൾ സ്പൂൺ കൊണ്ട് അധികം മിക്സ് ചെയ്യാനും പാടില്ല. അപ്പോൾ നമ്മളെ പാസ്ത കട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായി പോവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ പാസ്ത മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് സെലറി ലീവ്സും അതുപോലെ സ്പ്രിംഗ് ഒണിയനും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് പാസ്ത എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയത് റെഡ് കളർ പാസ്ത ആണ്. ഇനി നമുക്കൊരു ഗ്രീൻ കളർ പാസ്ത ഉണ്ടാക്കാം. ഇതൊരു വെജിറ്റേറിയൻ പാസ്ത ആണ്. അതിനുവേണ്ടി ഞാനൊരു പാന് വെച്ചിട്ട് അതിലേക്ക് നേരത്തെ ചേർത്ത പോലെ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടർ മെൽട്ടായി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, കുറച്ച് സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് സോട്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു 1/2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ബീൻസും ബ്രൊക്കോളിയാണ്, അതുപോലെ ക്യാരറ്റും. അത് 3 ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനെഗർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു വയലറ്റ് കളർ കേബേജ് ഒരു 1/2 കപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ക്യൂബ് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് നമുക്കിതിലേക്ക് ചീസ് ചേർക്കുമ്പോൾ. ഇനി ഇത് പാലക് ചീര. ഞാൻ ഈ പാലക് ചീര ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിൽ ഒരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഗ്രീൻ കളർ പാസ്ത ആണെന്ന്, വെജിറ്റബിൾ ഗ്രീൻ കളർ പാസ്ത. അപ്പോൾ ഞാൻ ആ ഒരു ഗ്രീൻ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാലക് ചീര ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തത്. നല്ലൊരു ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നമ്മൾ ഇതിനൊരു കളറും കിട്ടും.
അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കം, ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്, ഗ്രീന്, യെല്ലോ, റെഡ്. നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം, ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർത്തത്. അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജായിട്ട് ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സെലറിയും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ കളർ പാസ്ത ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് പാസ്ത നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു വൈറ്റ് കളർ പാസ്ത റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിൽ കുറച്ച് കൂടുതൽ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ ചെയ്തു വന്ന ആ പ്രോസസ്സ് തന്നെ ഇതിനും ചെയ്യുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ഹാഫ് ഉള്ളി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇതുപോലത്തെ 1.5 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്കൊരു 1/4 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സോസ് നല്ലൊരു ക്രീമി ടെക്സ്ചറിലായി കിട്ടും. ഇനി നമുക്കതിലേക്ക് ഞാൻ 3 ക്യൂബ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു വൈറ്റ് പാസ്ത ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാൻ ക്യൂബ്സാക്കി കട്ട് ചെയ്ത ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ്, ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അതും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് പാസ്ലി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും സീസണിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചേർക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് പിന്നെ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി. അതിലേക്ക് ഇനി നമുക്ക് നമ്മളെ പാസ്ത ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളർ ക്യാപ്സിക്കാണോ ഉള്ളത് അത് ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സെലറിയും സ്പ്രിംഗ് ഓണിയനും കൂടെ ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടിയും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ വൈറ്റ് സോസ് പാസ്തക്ക് അധികം എരിവ് ഉണ്ടാവില്ല, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി. പിന്നെ ഇത് നമ്മളെ ഗ്രീൻ പാസ്ത, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ പാസ്ത ആണ്. പിന്നെ ഇത് നമ്മളെ റെഡ് പ്രോൺസ് പാസ്ത, ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്ത തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാസ്ത തന്നെ ആയിരിക്കും. 3 ഫ്ലേവറും നല്ല ഒന്നിനൊന്ന് മെച്ചമുള്ള ഫ്ലേവറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നോൺ വെജുകാർക്ക് കഴിക്കാൻ പറ്റിയ 2 പാസ്തയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.